ഒരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് മനസ്സായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവനാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ തന്നെ എത്ര പറയാണ്ട്. തോന്നിവാസാണ് വിളിച്ചു പറയുന്നത്. എന്നാ മാതിരി നുണയാണ് ഈ സ്റ്റേജ് കെട്ടിട്ട് ആ സ്റ്റേജിൽ കയറിട്ട് വിളിച്ചു പറയുന്നത്. തോന്നിവാസിയൊക്കെ എന്നിട്ട് ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇവരെ വിടുവാണ്. എന്നാ 7 വയസ്സുള്ള റസൂലുള്ള നിക്കാഹ് ചെയ്തിട്ട് 2 കൊല്ലം ആയിഷക്ക് ഒരു പിരീഡ് കൊടുത്തതെന്തിനാ? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാ കാണാം. സ്വപ്നത്തിലേ പറയണോ? എനിക്ക് പറയാൻ വയ്യ. എങ്ങനെ ഞാൻ പറയും നിങ്ങളോട്? പറയണോ? ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു, കവളിൽ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു. എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. എന്റെ കുട്ടിയാണെന്ന് നിന്റെ അടുത്ത് മലയാളത്തിൽ ഒന്ന് പറഞ്ഞാടാ. വേണ്ടി 37 കോടി സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ? നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ? നിനക്ക് ദുനിയാവിലുള്ള